ഇതാണ് നമ്മുടെ ഡോർമെട്രി, നോൺ AC ഡോർമെട്രിയിലേക്കുള്ള എൻട്രൻസ്. ദേ കണ്ടോ, അങ്ങ് തന്നെ കാണാം ഡോർമെട്രി എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ദേ വന്ന് കയറുമ്പോൾ തന്നെ ഉണ്ടാവും നമ്മളെ D1 ഓരോ ആക്ച്വലി ക്യാബിൻസ് ആണ് കേട്ടോ. D2, D3, D4. ഏറ്റവും മുന്നിൽ കാണുന്നത് ഇതാണ് ആക്ച്വലി നമ്മുടെ കോമൺ ടോയ്ലറ്റ്. കണ്ടോ, 3 ടോയ്ലറ്റും അതേപോലെ തന്നെ 2 ബാത്റൂംസും ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ നമ്പർ D5. നമുക്ക് എന്തായാലും ഇവിടെ ഒരു ചെറിയ കണ്ടോ ഇതേപോലത്തെ ഒരു ലോക്ക് വെച്ചിട്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. ഇങ്ങനെ സ്ലൈഡ് ചെയ്താണ് കേട്ടോ ഓപ്പൺ ചെയ്യേണ്ടത്. സ്ലൈഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതാണ് നമ്മുടെ ക്യൂബിക്കൽ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ക്യാബിൻ എന്ന് പറയണത്. ഷീറ്റൊന്നുമില്ല, അതേപോലെ തന്നെ തലേണയ്ക്കും വേറെ ഓറയൊന്നുമില്ല. ഞാൻ എൻ്റെ ജസ്റ്റ് ഒരു ഹാൻഡ് ബാഗ് മാത്രമേ ഉള്ളൂ, അതാണ് നിങ്ങളിവിടെ കാണുന്നത്. കൂടാതെ നമുക്കൊരു ഫാനുണ്ട്, അതേപോലെ തന്നെ ലൈറ്റുണ്ട്, കർട്ടൻ ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ കർട്ടൻ കുറച്ചേ ഉള്ളൂ, ബാക്കി ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്ത് രാത്രിയൊക്കെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടെ നിൽക്കുന്നത് പുറത്തുള്ളവർ കാണാൻ പറ്റും. പിന്നെ ഒരു ചെയറുണ്ട്, ഒരു ടേബിളും, അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ സാധനങ്ങൾ ഇവിടെ വെച്ച് പൂട്ടി വയ്ക്കാനും ഒക്കെ പറ്റുന്നൊരു ഇതുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഷീറ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഷീറ്റ് കൊണ്ടുവന്നാൽ നമുക്ക് വൃത്തിയായിട്ട് കിടക്കാൻ പറ്റും. ഷീറ്റും അതുപോലെ തന്നെ തലേണ പറയും. ഞാൻ ആക്ച്വലി എത്ര രൂപയ്ക്ക് അത് എടുത്തെന്നറിയാമോ? 297 രൂപയ്ക്കാണ്. അതായത് 24 മണിക്കൂറത്തേക്ക് വെറും 297. 300 രൂപ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ആദ്യം എടുത്തു പറയേണ്ട ഒരു അഡ്വാൻറ്റേജ്. അതായത് ബജറ്റായിട്ട് എയർപോർട്ടിൽ തന്നെ, റെയിൽവേ സ്റ്റേഷനിൽ തന്നെ താമസിക്കണമെങ്കിൽ ഉറപ്പായിട്ടും ഇത് നല്ലൊരു സംഭവമാണ്. പിന്നെ ടോയ്ലറ്റ് ഭയങ്കര വലിയ ക്ലീനും അല്ല, എന്നാൽ പോലും ഭയങ്കര വലിയ റോസ്റ്റില്ല, കുഴപ്പമില്ല. അത്യാവശ്യം നല്ല ടോയ്ലറ്റൊക്കെ തന്നെയാണ്. അത് ഞാൻ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല എന്തായാലും. പിന്നെ 24 hours ഞാൻ ഈ പറഞ്ഞ 300 രൂപ. എന്നാൽ നിങ്ങൾ 12 hours ആണെങ്കിൽ അത് അങ്ങോട്ട് വീണ്ടും കുറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 150 രൂപയ്ക്ക് നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം.